കക്ഷി ചേരരുതെന്ന് മാത്രമല്ല, തർക്കിക്കാൻ പാടില്ല, ഒരു പക്ഷത്ത് നിങ്ങൾ നിൽക്കാൻ പാടില്ല. നാം മനസ്സിലാക്കണം, സയ്യിദ് താബിഈൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, ലാ തദ്ഖുൽ കഖസ്മിൻ ഉദ്ഖുൽ കമുസ്ലിഹ്. ആ ഒരു പരുവത്തിൽ, ആ ഒരവസ്ഥ നിന്റെ വീട്ടിലുണ്ടായാൽ നീ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഒരു തർക്കക്കാരനായല്ല, ഒരു പക്ഷക്കാരനായല്ല, ഒരു മുസ്ലിഹായി, ഒരു നന്നാക്കുന്നവനായി പ്രവേശിക്കാൻ നിനക്ക് സാധിക്കണം. ജീവിതത്തിൽ ഇണക്കവും പിണക്കവും സ്വാഭാവികമാണ്, അതിൻ്റെ പേരാണ് ജീവിതം. പക്ഷേ പൊന്നുമക്കളെ, കക്ഷി ചേരരുത്. ഈ കക്ഷിത്വം പലപ്പോഴും കുടുംബബന്ധത്തെ ഛിദ്രമാക്കാറുണ്ട്, കുടുംബബന്ധത്തെ ശിഥിലമാക്കാറുണ്ട്. ആ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പൊന്നുമക്കളെ, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രായമായി വരുന്തോറും മാതാവും പിതാവും നിങ്ങളുടെ പല പ്രശ്നങ്ങളിലും ഇടപെടുന്നത് നിങ്ങൾക്ക് പ്രയാസമാണ്, ഒരു ഞെരുക്കം. എന്തിനാണ് അവരതിൽ ഇടപെടുന്നത്? നിന്റെ കുടുംബകാര്യത്തിൽ ഇടപെട്ടാൽ, നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ, നിന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ, ഒരുപക്ഷേ നിന്റെ കുട്ടിയുടെ വെല്ലിപ്പയായ ഞാൻ നിന്റെ കുഞ്ഞിനെ എങ്ങാനും ഒന്ന് അടിച്ചു പോയാൽ, ഒന്ന് ശാസിച്ചു പോയാൽ, ഒരുപക്ഷേ നീ പരസ്യമായി പറഞ്ഞുകൊള്ളണമെന്നില്ല, പക്ഷേ നിന്റെ മുഖത്ത് അതിന്റെ അടയാളം കാണാം. എന്തിനാണ് ഈ വയസ്സൻ, എന്തിനാണിവൻ എന്റെ മക്കളുടെ നേർക്ക് തിരിഞ്ഞത് എന്ന് നിന്റെ മുഖത്തുള്ള ചുളിവുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം. എന്റെ സഹോദര, ഒരുപാട് മാതാപിതാക്കളുടെ വേദനകളും പ്രയാസങ്ങളുമാണിത്. ആലോചിച്ചു നോക്കൂ, സ്വന്തം ഭാര്യമാരെ കൊണ്ട് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന എത്ര മക്കളുണ്ട്. അവർക്കറിയില്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ സന്ദർശിക്കാൻ വന്ന രംഗം മക്കയിൽ? അറിയില്ലേ കഥ? പിരിഞ്ഞു പോകുമ്പോൾ വീട്ടിൽ കണ്ട പെണ്ണിനോട് മകനെ കാണാതെ തിരിച്ചു പോകുന്ന പിതാവ് പറയുന്ന ഉപദേശം, ഭർത്താവ് തിരിച്ചു വന്നാൽ പറയണം ഉമ്മറപ്പടി മാറ്റിവെക്കാൻ. ഇസ്മായിൽ അലൈഹിസ്സലാമിന് മനസ്സിലായി ഉമ്മറപ്പടി ഏതാണെന്ന്. ആ ഉമ്മറപ്പടിയുടെ വാതിൽക്കൽ സ്നേഹവുമായി നിൽക്കേണ്ടവൾ സ്നേഹവുമായി നിൽക്കുന്നില്ല എന്ന് കാണാൻ രക്ഷിതാക്കളുടെ ദീർഘദൃഷ്ടിക്ക് സാധിച്ചു. ചരിത്രത്തിലേക്ക് മടങ്ങി വരൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് സ്വന്തം മകന്റെ ഭാര്യയെ തലാഖ് ചെല്ലാൻ ആവശ്യപ്പെടുന്നു. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷേ മകൻ ഇഷ്ടമല്ല എന്ന സങ്കടം പറയാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ സന്നിധിയിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് കടന്നു വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ ഇബ്നു ഉമറിനെ വിളിച്ചു വരുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതി അബാക ഇബ്നു ഉമർ, ഉമറിന്റെ മകനെ ഉപ്പയെ അനുസരിക്കണം. ഇതാണ് പിതാവിന്റെ ശ്രേഷ്ഠത. പക്ഷേ ഭൂരിഭാഗം ചെറുപ്പക്കാർക്കും തെറ്റുപറ്റി. അല്ലേ? ഞാൻ പറയുന്നത് കാരണമില്ലാതെ നിങ്ങളുടെ ഉപ്പമാർ നിങ്ങളുടെ ഭാര്യമാരെ തൊലാക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടാൽ തൊലാക്ക് ചെല്ലണം എന്നല്ല. മറിച്ച് എന്റെ പൊന്നുമക്കളെ മനസ്സിലാക്കിക്കോ, നിങ്ങളെ നൊന്ത് പ്രസവിച്ച മാതാവിന്റെ വേദനയുണ്ടല്ലോ, നിങ്ങളെ പ്രയാസപ്പെട്ട് വിയർപ്പൊലിപ്പിച്ച് ചോര നീരാക്കി വളർത്തിയ നിങ്ങളുടെ പിതാവിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ഒരു നെടുവീർപ്പോ പ്രയാസമോ അറിയാൻ ഇന്നലെ നിങ്ങളുടെ കൂടെ കടന്നു വന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിലെ പെണ്ണിന് സാധ്യമേ അല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ പിതാക്കളായ ഞങ്ങളോട് സ്നേഹം കാണിച്ചോ? നിങ്ങളുടെ ബാധ്യത നിർവഹിച്ചോ? നിങ്ങളുടെ ബാധ്യത നിർവഹിക്കണമെങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, പിതാവിനെ അടിമയായി കണ്ടു. എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് തൻ്റെ പിതാവിനെ കാണുന്നു. പിതാവ് ചെന്ന് നോക്കുമ്പോൾ അടിമയാണ്. ആ അടിമയെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ കരുണയുള്ള സ്നേഹമുള്ള മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിന്റെ ആധിക്യം അവസാനം മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെയും കരുണയുടെയും ബാധ്യതയുടെയും ഉപദേശത്തിന്റെ ആധിക്യം. തിരുമേനിയുടെ കൂടെ ഹജ്ജ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, വന്യവയോധികനായ
അനങ്ങാൻ പോലും പറ്റാത്ത ഒരു വയസ്സായ മാതാവിനെ തലയിൽ കയറ്റി തവാഫ് ചെയ്യുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി തിരുമേനിയുടെ ഇടയിൽ തവാഫിലെത്തിയപ്പോൾ നബി തിരുമേനിയോട് ഈ ഉമ്മയെ താങ്ങിപ്പിടിച്ചു നിൽക്കുന്ന മകൻ ചോദിക്കുന്നു, മെതിയോ, മെതിയായോ? ഈ ചെറുപ്പക്കാരനായ മകൻ വിചാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെതിയായി നല്ല മോനാണ് എന്ന് പറയുമെന്നായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, നബി തിരുമേനി പറഞ്ഞതില്ല, പോരാ, പോരാന്നോ? എന്തിനു പോരാ? എടോ, നിന്നെ വളർത്തുമ്പോൾ നിന്റെ മാതാവായ ഈ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു നെടുനിശ്വാസത്തിന് പോലും തുല്യമായിട്ടില്ല നീ ചെയ്ത പ്രവർത്തനം. സുബ്ഹാനല്ലാഹ്. എന്റെ പൊന്നുമക്കളെ, നിങ്ങളൊന്ന് പറയെന്നോട്, ഒരു പിതാവിനോടും മാതാവിനോടും ചെയ്യേണ്ട കരുണയും സ്നേഹവും കാണിക്കാൻ നിങ്ങൾക്കായിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നുമക്കളെ, ഒരു വസിയ്യത്ത് എന്ന നിലക്ക് ഒരു പിതാവ് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന ഹദിയ, പ്രസന്റ് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇതൊരു പിതാവിൻ്റെ മനസ്സാണ്. എൻ്റെ പക്കൽ പണമുണ്ടാകാം, പക്ഷേ എന്നാലും എൻ്റെ മകൻ്റെ പ്രസന്റ് എനിക്കിഷ്ടമാണ്. എനിക്ക് കൂട്ടുകാരുണ്ടാകാം, പക്ഷേ എൻ്റെ മക്കളുടെ സഹവാസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നോട് എനിക്ക് സന്ദർശകർ, വിസിറ്റേഴ്സ് ഒരുപാടുണ്ടാകാം, പക്ഷേ എന്നിൽ നിന്ന് വിട്ടുപോയ മകൻ, മാറി താമസിക്കുന്ന മകൻ എന്നെ കാണാൻ വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നോട് ഫോൺ ചെയ്യാനും കുശലം പറയാനും ആളുകൾ ഉണ്ടാകാം, പക്ഷേ എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോൾ മനസ്സിലാക്കിക്കോ, നീ വിളിക്കുന്നതും നീ ഫോൺ ചെയ്യുന്നതും നീ സംസാരിക്കുന്നതുമാണ് എനിക്കിഷ്ടം. അവസാനമായി എൻ്റെ പൊന്നുമക്കളെ, അറിഞ്ഞോ, ആരും ഞാനുമായുള്ള ബന്ധം മുറിക്കുന്നത് എനിക്ക് പ്രയാസമല്ല, പക്ഷേ അറിഞ്ഞോ, എന്റെ ജീവിതത്തിന്റെ ഭാഗമായ, എന്റെ പൊക്കിൾ കൊടിയായ എന്റെ പൊന്നുമക്കളെ, നിങ്ങളെങ്ങാനും ആ പൊക്കിൾ കൊടി ബന്ധം മുറിക്കണമെന്ന് പറയുന്നതാണ് എന്നെ പ്രയാസപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ എന്റെ സഹോദരങ്ങളെ, ആധുനിക സമൂഹത്തിന്റെ കഥ എന്താണ്? എത്ര മക്കളാണ് സ്വന്തം മാതാപിതാക്കളുമായുള്ള ബന്ധം വിച്ഛേദിച്ചവർ? ഈ പരിശുദ്ധ റമളാനിലും അല്ലാഹു തആല കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ആ ബന്ധം കൂട്ടിച്ചേർക്കാൻ സാധിക്കാത്ത പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നേക്കാൾ കടുത്ത അക്രമി, അപരാധി ആരാണ്? അല്ലാഹു തആല കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത് കൂട്ടിച്ചേർക്കാത്തവൻ. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ فلا تطيعهما وصاحبهما في الدنيا معروفا. الله. وإن جاهداك على أن تشرك بما ليس لك به علم. വിവരമില്ലാത്ത അവസ്ഥയിൽ ശിർക്ക് ചെയ്യാൻ വേണ്ടി അവർ നിന്നോട് പറഞ്ഞാൽ നീ അവരെ അനുസരിക്കരുത്, ബാധ്യതയില്ല. പക്ഷേ വസാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫാ, ദുനിയാവിന്റെ വിഷയത്തിൽ, നല്ല കാര്യത്തിൽ അവരുമായി സഹവസിക്കണം. പൊന്നുമോനെ, മുശ്രിക്കാണെങ്കിൽ പോലും മാതാപിതാക്കളോട് സഹകരിക്കണം, അവരോട് സഹകരിക്കണം, അവർക്ക് നന്മ ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്നുമക്കളെ, അറിയണം, ഈ വിഷയത്തിന്റെ ഗൗരവം അറിയണം, അറിഞ്ഞേ മതിയാകൂ. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾക്കറിയില്ലേ, റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ പിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ നടത്തേണ്ട ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ വാചകത്തിന്റെ പൊരുൾ നിങ്ങൾ അറിഞ്ഞാൽ, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, പൊന്നുമോനെ നീ പറയണം,